നമസ്കാരം. ആശമാർ നടത്തുന്ന സമരം കാണാൻ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് കണ്ണില്ല. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനാണെങ്കിൽ കണ്ണുണ്ട്. കാണാനുള്ള കണ്ണും അറിയാനുള്ള മനസ്സുമുണ്ട്. പിണറായിക്കും പിണറായിയുടെ കിങ്കരന്മാർക്കും നീതിക്കായി സമരം ചെയ്യുന്ന സ്ത്രീകളെ അങ്ങേയറ്റം അധിക്ഷേപിക്കാൻ മാത്രമേ അറിയൂ. ഇതാണ് ഒരു ഭരണപക്ഷം ചെയ്യേണ്ടത്. സമരം ചെയ്യുന്ന ആശമാരെ കാണാൻ എത്തിയ സുരേഷ് ഗോപി വാർത്തകളിൽ നിറഞ്ഞത് നടൻ എന്ന നിലയിലല്ല, ശരിക്കും ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തന്നെയാണ്. വെയിൽ കൊണ്ട് സമരം ചെയ്യുന്ന ആശമാർക്ക് കൂടെയും റെയിൻകോട്ടുമെല്ലാം കൊടുത്തപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഏമാമാർക്ക് അത്രയ്ക്കങ്ങ് പിടിച്ചില്ല. എന്നാൽ ആ ഏമാമാർ പുതിയ വാർത്തയും അറിയണം. എന്താണ് ആ വാർത്ത എന്നല്ലേ? ആശമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന ഉറച്ച തീരുമാനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആശമാരുടെ പ്രശ്ന പരിഹാരത്തിന് കൺസോർഷ്യം രൂപീകരിക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആദ്യഘട്ടത്തിൽ 1 കോടി രൂപ താൻ സംഭാവന നൽകുമെന്നും ബാക്കി സമൂഹത്തിൽ നിന്നും സ്വരൂപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് എത്തിയാലുടൻ ആശമാരുടെ സമരപന്തലിലെത്തി അവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും മുടിമുറി സമരത്തെപ്പറ്റി ഉൾപ്പെടെ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മരണത്തെ മുഖാമുഖം നേരിട്ടാണ് ആശമാർ കോവിഡ് കാലത്ത് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. ആശമാരുടെ മാസ വരുമാനത്തിനോടൊപ്പം നല്ലൊരു വിഹിതം കൺസോർഷ്യത്തിലൂടെ നൽകാൻ കഴിയും. ആദ്യഘട്ടത്തിൽ 1 കോടി രൂപ നൽകാൻ താൻ തയ്യാറാണ്. ബാക്കി സമൂഹത്തിൽ നിന്നും സ്വരൂപിക്കാം. 25 കോടിയുടെ കൺസോർഷ്യം രൂപീകരിക്കാനാകും. നല്ല മനസ്സുള്ളവർ ചേർന്നാൽ ഇതിനാകുമെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഘടിപ്പിക്കാനാണ് ആശാപ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ആശാപ്രവർത്തകർ മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്നും സമരസമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഓണറ്റേറിയം വർധന അടക്കം ആവശ്യപ്പെട്ട് ആശമാർ നടത്തുന്ന സമരം 50ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് മുടിമുറിച്ച് സമരം ഘടിപ്പിക്കാനുള്ള നീക്കം. സർക്കാർ സെറ്റിൽമെന്റ് ഉണ്ടാക്കി സമരം തീർക്കാൻ നടപടിയെടുക്കണമെന്നും 2ാം ഘട്ട ചർച്ചയ്ക്കു ശേഷം സർക്കാരിൽ നിന്ന് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും സമരക്കാർ പറഞ്ഞു. സർക്കാർ തിരുത്താൻ തയ്യാറാകണമെന്നും സമരസമിതി നേതാവ് എസ് മിനി വ്യക്തമാക്കി. അതേസമയം 3 ആശമാർ നടത്തിവരുന്ന നിരാഹാര സമരം 9ാം ദിവസത്തിലേക്ക് കടന്നു. ഫെബ്രുവരി 10-നാണ് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയത്. ഓണറേറിയം വർധനവ് അടക്കമുള്ള ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. കേന്ദ്രമന്ത്രിയെ കാണാൻ അനുമതി കിട്ടിയാൽ കാണുമെന്നും ആശമാരുടെ ആവശ്യങ്ങൾ മന്ത്രിയെ അറിയിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. ഓണറേറിയം 7,000 രൂപയിൽ നിന്നും 21,000 രൂപയായി ഉയർത്തുക, പെൻഷൻ ആനുകൂല്യം ഉറപ്പാക്കുക എന്നിവയാണ് ആശാപ്രവർത്തകരുടെ പ്രധാന ആവശ്യങ്ങൾ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.